ഹായ് ഗൈസ്, എല്ലാവരും എപ്പടി ഇരിക്കീங்க? എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു. പിന്നെ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. പിന്നെ രസപ്പൊടി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ തമിഴ്നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രസപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു അപ്പപ്പോൾ കുരുമുളക്, ജീരകം, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിച്ച് കല്ലിൽ അങ്ങനെ ഒന്ന് നീക്കിയെടുത്തിട്ട് ചതച്ച രീതിയിലൊന്ന് നീക്കിയെടുത്തിട്ട് അത് താളിച്ച് രസം ഉണ്ടാക്കും. ഞാൻ പിന്നെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഈ കുരുമുളക്, ജീരകം എല്ലാം സെപ്പറേറ്റായിട്ട് വറുത്ത് പൗഡർ ചെയ്തിട്ട് അത് ഓരോ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെച്ച് രസം വയ്ക്കുന്ന സമയത്ത് വെളുത്തുള്ളി നല്ല ക്ലീൻ ചെയ്ത് അത് മിക്സിയിലടിച്ചിട്ട് അത് രസം നമ്മൾ ഈ ഇപ്പോൾ ഈ വടച്ചട്ടി ചീനച്ചട്ടി ഉണ്ടല്ലോ, ആ ചീനച്ചട്ടിയിലേക്ക് കടുകെല്ലാം വറുത്തതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊത്തമല്ലി ഇല കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം ഈ കുരുമുളക് പൊടിച്ചത്, ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കായപ്പൊടി എല്ലാം കൂടെ കായം ചിലപ്പോൾ ലാസ്റ്റിലേ ചേർക്കുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഒരു നല്ല വാസന ഉണ്ടാകുന്നത്. അപ്പോൾ അതുണ്ടാക്കാനുള്ള ഒരു ഇതാണ്. രസപ്പൊടിയെല്ലാം തീർന്നതുകൊണ്ട് അത് റെഡിയാക്കിയിട്ട് പിന്നെ മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവനൊരു ഉണക്കമുന്തിരി കൊണ്ടൊരു കേക്ക് മാതിരി, കുഞ്ഞുങ്ങൾക്കതൊരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അരിപ്പൊടി ഉണക്കമുന്തിരി നല്ലപോലെ കുതിർത്ത് വെച്ചിട്ട് അത് മിക്സിയിലടിച്ച് അരിപ്പൊടിയോടുകൂടി നല്ല മിക്സ് ചെയ്തിട്ട് കിണ്ണത്തപ്പം പോലെ ഉണ്ടാക്കി വെച്ച് കേക്കാണെന്ന് പറഞ്ഞ് മോനെ കൊണ്ടത് തീറ്റിച്ചത്. കുട്ടികൾക്കത് ഇഷ്ടപ്പെടും കേട്ടോ. തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ. പിന്നെ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം പോയിട്ട് പിന്നെ ഒരു പരന്ന പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഈ മാവൊഴിച്ച് ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റി വേവിച്ചെടുത്ത് ഈസി ആയിട്ടുള്ള ജോലി കേട്ടോ. കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് അവർക്ക് ഏതൊരു ഷേപ്പിലൊക്കെ ഇച്ചിരി നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ അവരത് സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യും. അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ അധികം ആരും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി ഇത് ഉണ്ടാക്കിയിട്ട്. ഇന്നത്തപ്പമൊക്കെ നാട്ടിലുള്ളപ്പോഴാണ് ഒരു 2-3 നാൾ വിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. എന്തായാലും ഇതൊന്ന് വിജയിക്കുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയൊക്കെയാണ്. സൂപ്പറാണ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് എടുത്തതുമേ ആ കേക്ക്, നമ്മളിപ്പോൾ കേക്ക് എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതേ കളർ, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ദൈവം സഹായിക്കട്ടെ, എല്ലാവരും ഈശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞു വ്ളോഗ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. സോ താങ്ക് യു.